ഇതാണ് ഓരിക്ക. നിങ്ങളും പറയും എളമ്പക്ക എന്ന് പറയും, പക്ഷെ ഇത് എളമ്പക്കല്ല, ഇതാണ് ഓരിക്ക. ഇതെന്ന് വെച്ചാൽ നമ്മളെ എളമ്പക്കനെ കുഞ്ഞമ്മേന്റെ മോനായിട്ട് വരും. ഞങ്ങളിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ മാട്ടൂല് കടപ്പുറത്താണ് ഉള്ളത്, എൻ്റെ സ്വന്തം നാട്ടിലാണേ. അപ്പോൾ ഇവിടെ ഓരിക്ക കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മയും വന്നിട്ടാണ് ഉള്ളത്. സ്വന്തം നാട്ടിൽ കടപ്പുറം ഉണ്ടായാലും മറ്റുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കുന്നില്ലാണ്ട്, അവർ പോകുന്നത് പറയുന്നത് കേൾക്കുന്നല്ലാണ്ട് ഞാൻ ഇങ്ങനത്തെ സമയത്ത് മാത്രമേ കടപ്പുറത്ത് പോകാറുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയും കൂടി വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. കാരണം വെച്ചാൽ നമ്മൾ ഈ പൂഴി മണ്ണിലേക്ക് ഇങ്ങനെ ഈ ഐറ്റം കാണും. എന്താ വെച്ചാൽ ഈ ഓരിക്ക എന്ന് പറഞ്ഞ സംഭവം കാണും. അപ്പോൾ ഓരോ തിര വരുമ്പം അത് എടുത്തുകൊണ്ട് പോകും. തിര പിന്നെ കാണൂല, തിര വന്ന് പോയിക്കാൻ ആ സംഭവം കാണൂല. അപ്പം ആ തിര വരുന്നതിന് മുമ്പേ നമ്മൾ കണ്ടാൽ നമ്മൾ അത് നേരെ നമ്മളെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് അങ്ങനെ അത് കാണുന്ന സ്ഥലത്തെല്ലാം പോയിട്ട് ചിലപ്പോൾ കുറച്ച് ഉള്ളോട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ആടുന്ന് വാരിയിട്ട് ഇടേണ്ടി വരും. ഇല്ല ചിലപ്പോൾ കുറച്ച് എന്താ പറയൽ മുന്നോട്ടേക്ക് ഉണ്ടാവും. അപ്പോൾ ആ കാണുന്നതിൽ നമ്മൾ വാരിയിട്ട് നമ്മൾ അതിലേക്ക് ഇടണം. അപ്പോൾ അതാണ് ഓരിക്ക. തെറ്റുകുറ്റികളുടെ ക്ഷമിക്കണേ, ഇങ്ങനെയാണ് പറയണത് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അതായത് ഞാൻ എൻ്റെ അമ്മയും വാരിക്കൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ അച്ഛൻ വന്നത്. അച്ഛൻ വന്നിട്ട് അച്ഛൻ ഷോക്കായി. കാരണം വീട്ടിൽ നിന്ന് പണി എടുക്കാൻ പറഞ്ഞിട്ട് പണിയെടുക്കാതെ ഞാൻ ഇവിടെ നിന്നിട്ട് ഓരിക്ക വരുന്ന കണ്ടിട്ട് അച്ഛന് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഓരുന്നത് എങ്ങനെ മനസ്സിലാത്തവർക്ക് ഇതാ എൻ്റെ അച്ഛൻ നല്ല അടിപൊളിയായിട്ട് ഇതാ വാരുന്നത്. അപ്പോൾ ഇത് കണ്ടെന്ന് നോക്കിക്കോ. നേരത്തെ പറഞ്ഞ് മനസ്സിലാകാത്തവർക്ക് ഇത് കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും. അപ്പം ഞങ്ങൾക്ക് കിട്ടിയത് ഇത്രപ്പാട് ഓരിക്ക കിട്ടിയിട്ടുണ്ട്. ഇത് വറവാക്കി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്, കറി വെച്ച് തിന്നാനോ അടിപൊളിയാണ്. ഇതെന്ന് വെച്ചാൽ നമ്മളെ ഇളമ്പക്കൻ്റെ ഒരു കുഞ്ഞിളമ്പക്ക എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ.